പത്തനംതിട്ട വെച്ചിച്ചിറയിൽ വീട്ടിൽ നിന്നും 6 വർഷം മുൻപ് കാണാതായ ജസ്നയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങളും മുട്ടുമടക്കി കഴിഞ്ഞു. ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ക്ലോഷർ റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനിടയിലാണ് ജസ്ന കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടന്നത്. ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് കണ്ടിരുന്നുവെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ജസ്നയെ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു യുവാവിനൊപ്പം ജസ്ന ഇവിടെ എത്തിയിരുന്നുവെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ CCTV ക്യാമറയിലാണ് എന്നതും ഈ വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. പത്രങ്ങളിൽ വന്ന ഫോട്ടോ കണ്ടാണ് ജസ്നയാണ് അന്ന് വന്നതെന്ന് മനസ്സിലായത്. മെലിഞ്ഞ രൂപമുള്ള പെൺകുട്ടിയാണ് വന്നത്. വെളുത്തതാണ്, എന്നേക്കാൾ മുടിയുണ്ട്. ക്ലിപ്പാണോ എന്ന് ഉറപ്പില്ല. തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. റോസ് കളറുള്ള ചുരിദാറായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്നോട് പറഞ്ഞു എവിടെയോ ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്ന്. കൂട്ടുകാരൻ വരാനുണ്ട്, അതിനാണ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പേരും ഫോട്ടോയും വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ലോഡ്ജിലെ മുൻ ജീവനക്കാരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാവിലെ 11:30യോടെയാണ് കാണുന്നത്. പയ്യൻ വന്ന് മുറിയെടുത്തു. 2 പേരും വൈകുന്നേരം 4 മണി കഴിഞ്ഞാണ് അവിടെ നിന്നും പോകുന്നത്. പയ്യനെയും ഞാൻ കണ്ടു. വെളുത്തു മെലിഞ്ഞ പയ്യനാണ്. 102 നമ്പർ മുറിയാണെടുത്തത്. ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ. CBI ഒന്നും തന്നോട് ഇതുവരെ ഇതേക്കുറിച്ച് ചോദിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലമുള സന്തോഷ് കവലയിൽ കുന്നത്ത് വീട്ടിൽ ജസ്നയെ കാണാതാകുന്നത് 2018 മാർച്ച് 22-നാണ്. ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോകുന്നു എന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിൽ പെൺകുട്ടി എത്തിയെന്നതിന് സാക്ഷിമൊഴികളുണ്ട്. എന്നാൽ ഇതിനുശേഷം ജസ്നയെ ആരും കണ്ടിട്ടില്ല. തിരോധാനവുമായി ബന്ധപ്പെട്ട് കേരള പോലീസും CBIയും വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചില്ല. പെൺകുട്ടിയെ കാണാതായ ദിവസം 16 തവണ വിളിച്ച ആൺസുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തെങ്കിലും ആ വഴിക്കും അന്വേഷണം മുന്നോട്ടു പോയില്ല. സംസ്ഥാനത്തിന് പുറത്തും നിരവധി സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ജസ്നയുടെ വീട്ടുകാർ അടക്കം അന്വേഷണത്തിന്റെ പരിധിയിലുണ്ടായിരുന്നു. പിതാവ് ജെയിംസ് അടക്കമുള്ള അടുത്ത ബന്ധുക്കളെ പലതവണ ചോദ്യം ചെയ്തു. ജെയിംസ് സമർപ്പിച്ച ഹർജിയുടെ പശ്ചാത്തലത്തിൽ അടുത്തിടെ തിരുവനന്തപുരം CJM കോടതി കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജസ്ന കേസിൽ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളും ഫോട്ടോകളും ഡിജിറ്റൽ രേഖകളും പിതാവ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് പരിശോധിച്ച കോടതി പുതിയ തെളിവുകൾ പരിശോധിക്കണമെന്ന് CBIക്ക് നിർദ്ദേശം നൽകി. മുദ്രവെച്ച കവറിൽ നൽകിയ തെളിവുകൾ അന്വേഷണ ചുമതലയുള്ള SPക്ക് കോടതി കൈമാറുകയും ചെയ്തു. ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CBI അന്വേഷണം വേണമെന്നുമാണ് ജസ്നയുടെ പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ലോഡ്ജ് ജീവനക്കാരിയുടെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ അന്വേഷണം വഴിതെറ്റിക്കാനുള്ള വഴിയാണെന്ന് ജസ്നയുടെ പിതാവ് പ്രതികരിച്ചു.